ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, നമുക്കറിയുന്നതാണ് സോഷ്യൽ സയൻസിന് എക്സാമിന് ഇനി കുറഞ്ഞ സമയങ്ങൾ കൂടി മാത്രമാണ് നമുക്ക് മുൻപിലുള്ളത്. ഈ ഒരു സമയത്തിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മകളെ, നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് അറിയാം, ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ എക്സാമിനകത്ത് ആ ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്ന് നമ്മൾ ചെയ്യേണ്ടതുണ്ട്, പരിചയപ്പെടേണ്ടതുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ദ റിവർ വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ നദീതര സംസ്കാരങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിനകത്ത് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കിയാലോ. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ നോക്കും മക്കളെ, ഹിൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ദ ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയെ കുറിച്ച് എക്സാമിനകത്ത് ചോദിച്ചിരിക്കുന്ന ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണ്. മകളെ, നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. മകളെ, ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ഫ്ലഡ് ആണ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കമാണ്. അല്ലെ, സിന്ധു നദിയിൽ ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കമാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ നിങ്ങൾ കണ്ടത് എക്സ്റ്റേണൽ ഇൻവേഷൻ അല്ലെങ്കിൽ പുറമെ നിന്നുള്ള ആക്രമണങ്ങളാണ്, ആര്യന്മാരുടെയൊക്കെ ആക്രമണങ്ങളാണ് എന്ത് ചെയ്യുന്നത് രണ്ടാമതായിട്ട് പറയുന്നത്. തേർഡ് വൺ നിങ്ങൾ കണ്ടത് ഡീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ വനനശീകരണമാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. നാലാമത്തത് ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ആണ് അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഉണ്ടായ തകർച്ചയാണ് നാലാമത്തെ കാരണം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അഞ്ചാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പിഡമിക്സ് ആണ്, പകർച്ചവ്യാധികളാണ്. ഇന്നത്തതുപോലെ കോവിഡ് ഒക്കെ പോലെ തന്നെ ഏതെങ്കിലും പകർച്ചവ്യാധികളും അവർക്കും പിടിപെട്ടിട്ടുണ്ടാവാം, അങ്ങനെ അവർ മരണപ്പെട്ടിട്ടുണ്ടാവാം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇനി മക്കൾ നിങ്ങൾ കണ്ടത് നെക്സ്റ്റ് വൺ നിങ്ങൾ കണ്ടത് ഏറ്റവും പ്രധാനമായിട്ടും ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നിന്നുള്ള ചോദ്യമാണ്. നിർബന്ധമായി പഠിച്ചിരിക്കേണ്ടതാണ്. ചോദ്യം ഇതാണ്, അനലൈസ് ദ പ്രോഗ്രസ് അച്ചീവ്ഡ് ബൈ ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്. പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം മക്കളെ, അതായത് ശാസ്ത്രവും അതുപോലെ തന്നെ ഗണിതശാസ്ത്ര മേഖലയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ സംഭാവന അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ എഴുതേണ്ടത്? അപ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയാം, ആ കാലഘട്ടത്തിലകത്ത് ഈജിപ്ഷ്യൻകാര് പ്രധാനമായിട്ടും ഒരു വർഷത്തിനെ 365 ദിവസങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, അതിനകത്ത് 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളാക്കി എന്ത് ചെയ്തു, അവർ വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്തു. അല്ലെ, 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളായിട്ട് അവർ ഡിവൈഡ് ചെയ്തു. പിന്നെ ബാക്കി വരുന്ന ഒരു 5 ദിവസം, ഒരു വർഷത്തിൽ വരുന്ന 5 ദിവസം എന്ന് പറഞ്ഞാൽ അവർ മാറ്റി വെച്ചിട്ടുള്ളത് സെലിബ്രേഷൻസിനാണ് അല്ലെങ്കിൽ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ മാറ്റിവെച്ചത്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻസുകളിൽ ഒന്നാണ്. കലണ്ടർ എന്ന് പറഞ്ഞത് വലിയൊരു കോൺട്രിബ്യൂഷൻസിൽ ഒന്നാണ്. ഇനി അതേപോലെ തന്നെ അവരുണ്ടാക്കിയ കലണ്ടർ എന്ന് പറഞ്ഞാൽ അതൊരു സോളാർ കലണ്ടറാണ്. സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ആ കലണ്ടർ നിർമ്മിച്ചത് എന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതുകൂടാതെ മക്കളെ ശ്രദ്ധിക്കണം, അവർക്ക് പ്രധാനമായിട്ടും ഈ പറയുന്ന നമ്മുടെ ഈ ട്രയാങ്കിൾസ്, റെക്ടാങ്കിൾസ് അല്ലെങ്കിൽ ത്രികോണം, ചതുരം എന്നിവയുടെയൊക്കെ തന്നെ ഏരിയാസ് എന്ത് ചെയ്തിരുന്നു, അവർ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അതായത് ഈ പറയുന്ന ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി എന്ത് ചെയ്തിരുന്നു, അവർ കണക്കാക്കിയിരുന്നു. അതും അവരുടെ വലിയൊരു കോൺട്രിബ്യൂഷനുകളിൽ ഒന്നാണ്. അതുകൂടാതെ ആ കാലഘട്ടത്തിൽ അവർ പ്രധാനമായിട്ടും സമയം കാണാൻ വേണ്ടി അവർ രണ്ട് പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ്സ് അവർ കണ്ടെത്തിയിരുന്നു. അതിൽ ഒന്നാമത്തതാണ് സൺഡയൽ എന്ന് പറയുന്നത്. സൺഡയൽ എന്ന് പറഞ്ഞാൽ സൂര്യനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുണ്ടാക്കിയ സൂര്യഘടികാരം എന്ന് പറയുന്ന ഒരു ക്ലോക്കാണ്. ഇനി രണ്ടാമത്തെ നിങ്ങൾ കണ്ടത് അവരുണ്ടാക്കിയതാണ് വാട്ടർ ക്ലോക്ക് ആണ്. വാട്ടർ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ജലഘടികാരമാണ്. ഈ പറയുന്ന ജലപ്രവാഹത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അവർ നിർമ്മിച്ചതാണ് ജലഘടികാരം എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, ഇത്തരത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മക്കൾ ശ്രദ്ധിക്കണം. ഇത് ഈ ഒരു പാഠഭാഗത്ത് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ഇനിയും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ ഓരോ വർഷത്തിലും ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് നടക്കുന്ന ലൈവും നാളെ നടക്കുന്ന മോർണിംഗ് ബൂസ്റ്ററിനകത്തും നമ്മൾ ഓരോ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഓരോ ചാപ്റ്ററിലെയും എന്ത് ചെയ്യും, പറയും. അപ്പൊ നിർബന്ധമായി മക്കൾ എന്ത് ചെയ്യുക, ലൈവിൽ വരിക. ലൈവിൽ വന്നു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, കുറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫുൾ ചാപ്റ്ററുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ച് എളുപ്പമാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോകാൻ പറ്റും. സോ ലൈവിൽ കാണാം മക്കളെ. സോ താങ്ക് യു എവരിവൺ, ബൈ.